മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിയോ മതമോ സാമ്പത്തിക ശേഷിയോ നോക്കാതെ അനാഥർക്കും ആലംബഹീനർക്കും സൗജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം എന്ന പൊതുശ്മശാനത്തെക്കുറിച്ചൊരു റിപ്പോർട്ടാണ്. വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ തിലകാശി പീഠം എന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ജാതി മത വേർതിരിവുകൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ അപൂർവ മാതൃകയാണ് ഈ പൊതു ശ്മശാനം. ഇടുക്കി അണക്കെട്ടിന് സമീപമുള്ള ചെറുതോണി ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള 80 സെന്റ് ഭൂമിയിലാണ് ഈ ശ്മശാനമുള്ളത്. പണ്ട് ആദിവാസി ഗോത്ര വിഭാഗക്കാരെ അടക്കിയിരുന്ന ഈ മണ്ണിൽ 2009 തിലകാശി പീഠം ആരംഭിക്കുന്നത്. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്. ഐശ്വര്യരെ സംബന്ധിച്ചോളം ഇപ്പോൾ മറ്റു മതസ്ഥരാണെന്ന് എഴുതുക, അപ്പൊ അവിടെ ആളും ബഹളമൊക്കെ കാണും. ആരുമില്ലാത്തവർക്ക് ആരുമില്ലല്ലോ. പിന്നെ ആ കൂട്ടത്തിൽ മരിച്ചിട്ടുള്ള ഇപ്പൊ ക്രിസ്ത്യാനികളും മുസ്ലിം ആണെങ്കിലും അവർക്ക് പറ്റാവുന്ന ഓഫീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചുറ്റി അവിടെ നടക്കുന്നത്. ദഹനം ദഹിപ്പിക്കേണ്ട ആഗ്രഹിക്കുന്നവർക്ക് അതനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ്. സാമ്പത്തികം ഒട്ടുമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി നേരിട്ട് ഡയറക്റ്റ് ചെയ്ത് ചെയ്യും. അത് അവരുടെ ആചാരങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് നടത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഒരു ഭാരതീയമായിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമുക്ക്. അതായത് ലോകമേ തറവാട്, ഇല്ലെങ്കിൽ ലോക സമസ്ത സുഖനോ ഭവന്തു എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പോൾ വ്യത്യസ്തമായ തരത്തിൽ വ്യത്യസ്തമായ ആചാരങ്ങളും ചിന്തകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ബേസിക്കലി ഒരു ക്ഷേത്രത്തിന്റെ ഇതൊക്കെ ആകുമ്പോൾ ഹിന്ദുമതപരമായിട്ട് വരുമ്പോൾ ജാതി പറയാൻ പാടില്ല എന്നുള്ള നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അത് മാത്രം നമുക്ക് പറയാനില്ല. വിശ്വാസി ആർക്കും ഒരാളാണ്. മണ്ണോട് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ദഹിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സംവിധാനവും ട്രസ്റ്റ് നൽകുന്നുണ്ട്. ചടങ്ങുകൾക്ക് ആവശ്യമായ സാമഗ്രികൾ, വാഹനം, ശ്മശാന പരിപാലനം എന്നിവയെല്ലാം ട്രസ്റ്റ് തന്നെ നേരിട്ട് ഏകോപിപ്പിക്കും. പോലീസ് നടപടികൾക്ക് ശേഷം എത്തിക്കുന്ന അജ്ഞാത മൃതദേഹങ്ങൾ ഭാവിയിൽ തിരിച്ചറിയാനായി പേരെഴുതി കുപ്പിയിലാക്കിയാണ് ഒപ്പം കുഴിച്ചിടുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചെലവുകൾ പൂർണ്ണമായും സൗജന്യമാണ്. മനുഷ്യന്റെ അന്തിമയാത്ര പോലും ഇന്ന് മതിലുകൾക്കുള്ളിൽ പൂട്ടിക്കിടക്കുമ്പോൾ മരണാനന്തരമെങ്കിലും എല്ലാവർക്കും തുല്യമായ ബഹുമാനവും വിടവാങ്ങലും ഉറപ്പാക്കുകയാണ് തിലകാശി പീഠം. മതാതീത ചിന്തയും സാമൂഹിക ഐക്യവും ഉയർത്തിപ്പിടിക്കുന്ന പെരിയാറ്റപ്പൻ ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം ഇടുക്കിയുടെ ചരിത്രത്തിൽ വേറിട്ടൊരു മാതൃകയാണ്. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.